ഹലോ അനിമേ ലവേഴ്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് വൺ പീസിലെ 4ാമത്തെ സാഗയായിട്ടുള്ള വാട്ടർ 7 സാഗയാണ്. ഇതിനു മുമ്പുള്ള 3 സാഗ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വൺ പീസിന്റെ ഒരു വലിയ പോഡ്കാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു പ്ലേലിസ്റ്റും പിന്നെ ഈ വീഡിയോയുടെ മുകളിൽ ഐക്കാർഡായിട്ടും കൊടുക്കാം. ഇതിലൊക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പോയിട്ട് കാണാവുന്നതാണ്. അതുകൊണ്ട് കാണാത്തവരൊക്കെ പെട്ടെന്ന് പോയിട്ട് കാണുക. സോ ഈ വാട്ടർ 7 സാഗയിൽ മൊത്തം 4 ആർക്കാണുള്ളത്. അതിൽ ഒന്നാമത്തെ ആർക്കാണ് ലോങ് റിംഗ് ലോങ് ലാൻഡ് ആർക്ക്. പേര് പോലെ തന്നെ കുറച്ച് ലോങ് ആണ്, പക്ഷെ എപ്പിസോഡ് അല്ല. രണ്ടാമത്തത് വാട്ടർ 7 ആർക്ക്. മൂന്നാമത്തത് എനീസ് ലോബി ആർക്ക്. നാലാമത്തെ പോസ്റ്റ് എനീസ് ലോബി ആർക്ക്. ഇതിൽ എനീസ് ലോബി ആർക്കൊക്കെ എത്തുമ്പോൾ എപ്പിസോഡ് വേറെ ലെവലായിട്ടായിരിക്കും പോകുന്നത്. കണ്ടിരിക്കുന്ന നമ്മളൊക്കെ ത്രില്ലടിച്ച് ഗൂസ് ബംസ് അടിച്ചിരിക്കും. അമ്മാതിരി എപ്പിസോഡുകൾ. പിന്നെ മുമ്പത്തേതിനേക്കാൾ നമ്മളെ ഇമോഷണൽ ആക്കുന്ന കുറച്ച് സീക്വൻസുകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. സാഗ വരുന്നത് വേറെ ലെവലാണ്, നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. സോ ഈ 4 ആർക്കിൽ ഏതൊക്കെ എപ്പിസോഡ്സുകളാണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അറിയേണ്ടവർക്ക് കയറി നോക്കാം. അതുപോലെ ചില എപ്പിസോഡ്സുകളൊക്കെ അതിൽ മിസ്സായിട്ടുണ്ടാവും. അതൊക്കെ ഫില്ലർ എപ്പിസോഡ്സ് ആണ്, നിങ്ങളതൊന്നും കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല എന്നല്ല, ഞാൻ എന്തായാലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. കാരണം ഒരുപാട് ടൈം എടുക്കുന്നതാണ്. അതുപോലെ മെയിൻ സ്റ്റോറിയുടെ സീക്വൽ ആയിട്ട് വരുന്നതല്ല, അതുകൊണ്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ടൈം പാസിന് വേണമെങ്കിൽ കണ്ടിരിക്കാം, അല്ലാതെ വേറെ അതിലൊന്നുമില്ല. പിന്നെ സോറയുടെയും ലൂഫിയുടെയും സ്ട്രോ ഹാറ്റ്സിന്റെ മൊത്തം ഫണ്ണി മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ ഫില്ലർ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ടൈം ഒട്ടുമില്ല, വൺ പീസ് കാണുന്നത് തന്നെ കഷ്ടപ്പെട്ട് സമയം കണ്ടുപിടിച്ചിട്ടാണെന്നുള്ളവരൊക്കെ ഫില്ലർ ആർക്ക് കണ്ണടച്ച് സ്കിപ്പ് ചെയ്യാം. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ താഴെ കാണുന്ന ക്ലിക്ക് ബട്ടൺസിലെ അതെല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടേക്ക്. വെറും 5 സെക്കൻഡിന്റെ കാര്യമുള്ളൂ. ജസ്റ്റ് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ആ കളറൊക്കെ ഒന്ന് കത്തിച്ച് വിട്ടേക്ക്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാ അനിമേ ലവേഴ്സ്, once again welcome back to Animo Exposure. The One Piece. എപ്പിസോഡിന്റെ തുടക്കത്തിൽ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും അവർക്ക് കിട്ടിയ സ്വർണവും അവർക്ക് കിട്ടിയ സാധനവും എല്ലാം പാക്ക് ചെയ്ത് ഈ ബലൂൺ ഒക്ടോപ്പസിന്റെ സഹായത്തോടെ സ്കൈ ഐലൻഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. അതായത് കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം സ്കൈ ഐലൻഡ് സാഗയുടെ അവസാനം നമ്മൾ കണ്ടതാണ് സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും സ്കൈ ഐലൻഡിൽ നിന്ന് വരുന്നത്. സോ ഇപ്പൊ എല്ലാവരും താഴേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവര് അടുത്തത് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ലോങ് റിംഗ് ലോങ് ലാൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്കാണ്. ഈ ഐലൻഡിൽ എത്തിയ സ്ട്രോ ഹാറ്റ്സ് കണ്ടത് വിചിത്രമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഓഫ് കോഴ്സ് വൺ പീസിൽ ഒരുപാട് വിചിത്രമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇനി നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. സോ ഇവിടെ ഇപ്പൊ സ്ട്രോ ഹാറ്റ്സ് കണ്ടത് അവിടെയുള്ള എല്ലാത്തിനും നീളം കൂടിയതുപോലെയാണ്. നീളം കൂടിയതുപോലെ എന്നല്ല, അവിടെയുള്ള എല്ലാത്തിനും നീളം കൂടുതലാണ്. അവിടെയുള്ള ജീവികൾക്കും മരങ്ങൾക്കും എന്ന് വേണ്ട എല്ലാത്തിനും. ഇപ്പൊ മനസ്സിലായില്ലേ ഈ ആർക്കിന്റെ പേരെന്താ ഇങ്ങനെയെന്ന്? ഇപ്പൊ ഇവിടെ എത്തിയ സ്ട്രോ ഹാറ്റ്സ് അവിടെ വെച്ച് 2 പേരെ പരിചയപ്പെടുന്നുണ്ട്. ടോഞ്ചിത്ത് എന്ന് പറയുന്ന ഒരു വയസ്സായ ആളെയും അദ്ദേഹത്തിന്റെ കുതിരയെ. ഇവരെ പരിചയപ്പെടുന്നതല്ല, സ്ട്രോ ഹാറ്റ്സ് ഇവരെ സഹായിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഐലൻഡ് 10 മല ചേർന്നുണ്ടായ ഒരു ഐലൻഡാണ്. അതായത് ഒരു റിംഗ് പോലെ, ഒരു സർക്കിൾ പോലെ. സോ ഇതിലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ കടൽ വെള്ളം ഉയരുന്നതിനനുസരിച്ച് ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്കുള്ള വഴി മൂടും. സോ അങ്ങനെ വരുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർ ഈ മലയുടെ മുകളിൽ പോയി നിൽക്കും. അതായത് മലയുടെ പീക്കിൽ കയറി നിൽക്കും. പിന്നെ വെള്ളം പതുക്കെ ഇറങ്ങി വരുമ്പോൾ അവർ അടുത്ത മലയിലേക്ക് പോകും. അവിടെ വെച്ച് വെള്ളം പിന്നെയും കൂടും. അവർ ആ മലയുടെ മുകളിൽ കയറി നിൽക്കും. പിന്നെ വെള്ളം ഇറങ്ങുമ്പോൾ ഇവർ അടുത്ത മലയിലേക്ക് പോകും. അങ്ങനെ ഓരോ പ്രാവശ്യവും വെള്ളം കയറി താഴുന്ന സമയത്ത് ഇവർ ഓരോരോ മലയിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും. ഓരോരോ മല ജമ്പ് ചെയ്ത് വരും. പക്ഷേ ഈ ടോഞ്ചിറ്റ് മാത്രം ഈ മലയുടെ മുകളിൽ കുടുങ്ങിപ്പോയി. അതുകൊണ്ട് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അയാളെ അടുത്ത മലയിലേക്ക് എത്താൻ സഹായിക്കും. സ്ട്രോ ഹാറ്റ്സിനെ സംബന്ധിച്ച് ഇതൊക്കെ ചെറിയൊരു സഹായമാണെങ്കിലും ടോഞ്ചിറ്റിനെ സംബന്ധിച്ച് ഇത് വലിയൊരു ഉപകാരമാണ്. ഈ ഒരു സമയത്താണ് ആ ഐലൻഡിലേക്ക് ഫോക്സി പൈററ്റ്സ് എന്ന് പറയുന്ന ഒരു പൈററ്റ് ക്രൂ വരുന്നത്. അവരുടെ ക്യാപ്റ്റന്റെ പേരാണ് ഫോക്സി. അതുപോലെ അവരുടെ ക്രൂവിൽ മൊത്തം 500 ആൾക്കാരുണ്ട്. 1, 2 ഒന്നുമല്ല, 500 പേര്. നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൽ തന്നെ ഇപ്പൊ ആകെ കൂടിപ്പോയാ മൊത്തം 7 പേരേ ഉള്ളൂ. എന്നാലും അവർ മതി. സോ ഈ ഫോക്സി പൈററ്റ്സ് എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് വെച്ചാൽ സ്ട്രോ ഹാറ്റ്സിനെ പിടിക്കാനാണ്. അതായത് ലൂഫിയെയും സോറോയും പിടിക്കാൻ വേണ്ടിയാണ്. ലൂഫിയുടെ ബൗണ്ടി ഇപ്പോൾ 100 മില്യൺ, അതുപോലെ സോറോയുടെ ബൗണ്ടി 60 മില്യൺ. എങ്ങനെ പോയാലും ഒരു 160 മില്യൺ കുറയാതെ കിട്ടും. അതുകൊണ്ട് ലൂഫിയെ പറ്റിച്ച് അവനെ പിടിക്കാൻ വേണ്ടിയാണ് ഈ ഫോക്സി പൈററ്റ്സ് ഇവിടേക്ക് എത്തിയത്. പറ്റിക്കാന്ന് പറഞ്ഞാൽ ഇവന്റെ മെയിൻ ജോലി തന്നെ ഈ പറ്റിക്കലാണ്. ഇവനൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്തു, ഒരു പന്തയം പോലെ. തോൽക്കുന്നവര് ജയിക്കുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കണം. എന്തെങ്കിലും എന്ന് ഉദ്ദേശിച്ചത് ക്രൂ മെമ്പേഴ്സ് ആണ്. ഇവിടെ ഫോക്സി ബെറ്റ് വയ്ക്കുന്നത് ക്രൂ മെമ്പേഴ്സിനെയാണ്. അതായത് തോക്കുന്നവര് അവരുടെ ഒരു ക്രൂ മെമ്പറിനെ ജയിക്കുന്ന ആൾക്ക് കൊടുക്കണം. ക്രൂ മെമ്പർ ആര് വേണം എങ്ങനെ വേണം എന്നൊക്കെ ജയിക്കുന്ന ആളാണ് തീരുമാനിക്കുക. ഈ ഫോക്സി പൈററ്റ്സിന്റെ പരിപാടി തന്നെ ഇങ്ങനെയാണ്. ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോരോ പൈററ്റ്സിനെ തോൽപ്പിക്കണം, ശേഷം അവരുടെ ക്രൂ മെമ്പേഴ്സിനെ തട്ടിയെടുക്കുക. ഇവിടെ ഇപ്പൊ ഫോക്സി സ്ട്രോ ഹാറ്റ്സിനെ ഒരു ചലഞ്ചിന് വിളിക്കുന്നു. നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനും ആ ഒരു ചലഞ്ച് സമ്മതമായതുകൊണ്ട് അവരതിന് പോകുന്നു. അതിലെ ഫസ്റ്റ് ഗെയിമാണ് ഒരു ബോട്ട് റേസിംഗ് ഗെയിം. അതിൽ ജയിക്കുന്നതാവട്ടെ ആ ഫോക്സി പൈററ്റ്സും. അവർ ജയിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ കള്ളത്തരം കാണിച്ചിട്ട് സ്ട്രോ ഹാറ്റ്സിനെ പറ്റിച്ചിട്ട്. അതായത് ഫോക്സി പൈററ്റ്സിലെ ക്യാപ്റ്റന് ഒരു ഡെവിൾ ഫ്രൂട്ട് പവർ ഉണ്ട്. അവന്റെ ഡെവിൾ ഫ്രൂട്ട് പവർ ആണ് എന്തിന്റെയും വേഗത കുറയ്ക്കാൻ പറ്റും. അവന്റെ കയ്യിൽ നിന്ന് വരുന്ന ഒരു ബബിൾ ഉപയോഗിച്ച് അവൻ എന്തിനേയും സ്ലോ ആക്കാൻ പറ്റും. ആ ബബിളിൽ പെട്ട് കഴിഞ്ഞാൽ അവർ സ്ലോ ആയി നടത്താം. സോ അങ്ങനെ ബാക്കിയുള്ള എല്ലാവരെയും സ്ലോ ആക്കിയിട്ട് ഇവന്റെ ക്രൂ തന്നെ ഇതിൽ ജയിച്ചു. അതുകൊണ്ട് ഒരു മെമ്പറിനെ കൊടുക്കണമല്ലോ. സോ അവര് വിളിച്ചുകൊണ്ട് വരുന്നത് ചോപ്പറിനെയാണ്. ചോപ്പറിനാണെങ്കിൽ ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. റോബിൻ, സോറോ എങ്ങനെയെങ്കിലും
നിന്നെ രക്ഷിക്ക് എന്നൊക്കെ പറഞ്ഞ് ക്യൂട്ട്നെസ് വാരി എറിയും. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇന്നസെന്റ് ആയിട്ടുള്ളത് ചോപ്പറാണെന്ന് പറയാം. ആ ചോപ്പറിനെയാണ് ഇപ്പൊ അവർ പിടിച്ചു കൊണ്ടുപോയത്. ഇനി ഇവർ അടുത്തതായിട്ട് കളിക്കാൻ പോകുന്ന ഗെയിമാണ് ഒരു ബോൾ ഗെയിം. ഫുട്ബോൾ പോലെ തന്നെയാണ്, പക്ഷെ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. പന്ത് ഇരിക്കുന്നത് എല്ലാവരുടെയും തലയിലാണ്. അതുപോലെ ഒപ്പോണൻസിനെ മറികടന്ന് അവരെ അടിച്ച് തോൽപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അവരെ അടിച്ച് താഴെ ഇട്ടിട്ട് ഈ ബോൾ കൊണ്ടുപോയി പോസ്റ്റിലിടണം. ഇതിൽ സ്ട്രോ ഹാറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്ലേയേഴ്സ് ആരൊക്കെയാന്ന് വെച്ചാൽ സോറോയും സാഞ്ചിയും. അതുപോലെ ഫോക്സിയുടെ ക്രൂവിൽ നിന്ന് കുറച്ച് വലിയ ആൾക്കാരാണ് വരുന്നത്. ഇവര് ജയൻസ് അല്ല, പക്ഷെ കുറച്ചുകൂടെ വലുപ്പം കൂടിയ മനുഷ്യന്മാരാണെന്നേ ഉള്ളൂ. ഇപ്പൊ ഈ ഒരു ഗെയിം കളിക്കുന്ന സോറോയും സാഞ്ചിയും അവരെല്ലാം അടിച്ച് തോൽപ്പിച്ച് ബോൾ കൊണ്ടുപോയി പോസ്റ്റിലിട്ട് അവർ ജയിച്ചു. ഇനി വരാൻ പോകുന്ന ഗെയിമാണ് റോളർ കോസ്റ്റർ ഗെയിം. അതായത് സ്കേറ്റിംഗ് ഒക്കെ പോലെ ഒരു തരത്തിലുള്ള ഗെയിമാണത്. ആ ഒരു ഗെയിമിലും നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് തന്നെ ജയിച്ചു. അങ്ങനെ അവർക്ക് ചോപ്പറിനെ തിരിച്ചു കിട്ടി. ഇനി നാലാമത്തെ ഗെയിമായിട്ട് വരുന്നത് ബോൾ വെച്ച് എറിഞ്ഞ് ആൾക്കാരെ വീഴ്ത്തുന്ന ഒരു ഗെയിമാണ്. അതിൽ കള്ളത്തരം കാണിച്ച് ഫോക്സി പൈററ്റ്സ് ജയിക്കുന്നു. അതിൽ അവരുടെ ക്രൂവിലേക്ക് അവർ റോബിനെ തെരഞ്ഞെടുത്തു. അതുപോലെ ഇവർ കളിക്കുന്ന അഞ്ചാമത്തെ ഗെയിമില് ഫോക്സി പൈററ്റ്സ് തന്നെ ജയിച്ചു. പക്ഷെ അവർ അറിയാതെയാണ് ജയിച്ചു പോയത്. അങ്ങനെ അവർ വീണ്ടും അവരുടെ ക്രൂവിലേക്ക് ചോപ്പറിനെ കൊണ്ടുപോയി. ഇനിയാണ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗെയിം വരുന്നത്. ഇതിൽ അവർ ചെയ്യുന്ന ബെറ്റ് കുറച്ച് കൂടിയ ബെറ്റാണ്. ആര് തോൽക്കുന്നോ അവർ ജയിക്കുന്ന ആൾക്ക് 497 മെമ്പേഴ്സിനെ കൊടുക്കണം. ലൂഫിയുടെ കയ്യിൽ അത്രയും മെമ്പേഴ്സ് ഇല്ലാന്ന് ഫോക്സിക്ക് അറിയാം. അതുകൊണ്ട് ഫോക്സി പറയുന്നത്, നീ എങ്ങാനും തോറ്റുപോയാൽ നീ എന്നാണോ എനിക്ക് 497 മെമ്പേഴ്സിനെ തരുന്നത് അന്ന് വരെ നീയും നിന്റെ തലമുറയും എനിക്ക് വേണ്ടി പണിയെടുക്കണം. ആ ഒരു ബെറ്റിനെ ലൂഫി സമ്മതിക്കുന്നു. ഇത് വരുന്നത് ഒരു ബോക്സിംഗ് ഗെയിമാണ്. സോ ബോക്സിംഗ് ഗെയിമിന് ലൂഫി തയ്യാറായി. ഈ ബോക്സിംഗ് ഗെയിമിൽ ലൂഫി വിടാതെ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എങ്ങാനും തോറ്റുപോയാൽ ഇപ്പൊ എൻഡ് കാർഡ് ഇടും. അതുകൊണ്ട് ലൂഫി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഫോക്സിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് കഷ്ടപ്പാടാണ്. അവന്റെ ഡബിൾ ഫ്രൂട്ടിന്റെ പവറും എല്ലാം ഉപയോഗിച്ച് കള്ളക്കളിയോട് കള്ളക്കളി. പക്ഷെ നമ്മുടെ ലൂഫി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ലൂഫി അവനെ അടിച്ചു തന്നെ തോൽപ്പിച്ചു. അതുപോലെ ഫോക്സി പൈററ്റ്സിലുള്ള എല്ലാവരും ഇപ്പൊ ലൂഫിക്ക് വേണ്ടി ജയ് വിളിക്കുന്നു. കാരണം ലൂഫിയുടെ അവസാനത്തെ പരിശ്രമം കാണുമ്പോൾ അവർക്ക് എല്ലാവർക്കും ലൂഫി ഇഷ്ടമായി. അതുകൊണ്ട് എല്ലാവരും ഫോക്സിയെ വിട്ട് ലൂഫിയെ സപ്പോർട്ട് ചെയ്യുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബെറ്റ് ഇതുവരെ അവസാനിച്ചിട്ടില്ല. ലൂഫി ഇപ്പൊ ജയിച്ചതുകൊണ്ട് അവൻ ഫോക്സിയുടെ അടുത്ത് നിന്ന് 497 മെമ്പേഴ്സിനെ സ്ട്രോ ഹാറ്റ്സിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ലൂഫി അവരോട് പറഞ്ഞത്, നിങ്ങളെല്ലാവരും ഞാൻ സ്ട്രോ ഹാറ്റ്സിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇനി എല്ലാവരും നിങ്ങളുടെ പഴയ ക്രൂവിൽ പോയി ചേർന്നോ. നിങ്ങളിപ്പോ എല്ലാവരും ഫ്രീ ആണ് എന്ന് പറഞ്ഞ് ലൂഫി എല്ലാവരെയും ഫ്രീ ആക്കി വിടുന്നു. ഈ കാണുന്ന 497 മെമ്പേഴ്സ് ഒന്നും ഫോക്സിയുടേതല്ല. ഇതുപോലെ ഫോക്സി പറ്റിച്ച് ഓരോ ക്രൂവിൽ നിന്ന് കൊണ്ടുവന്നവരാണ്. സോ ഇപ്പൊ അവരെയാണ് നമ്മുടെ ലൂഫി ഫ്രീ ആക്കി വിട്ടത്. അപ്പൊ ഇവിടെ വെച്ച് തന്നെ നമ്മുടെ ലൂഫിയുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ലൂഫിയുടെ ഒരു മൈൻഡ് എന്താണെന്ന് വെച്ചാൽ അവൻ ആരുടെയും കീഴിൽ പണിയെടുക്കാൻ പാടില്ല. അവനെന്നല്ല എല്ലാവർക്കും ഒരു ഫ്രീ ആയിട്ടുള്ള വില്ലുണ്ട്. അത് മനസ്സിലാക്കി അതനുസരിച്ച് വേണം അവർ മുമ്പോട്ട് പോകാൻ. അല്ലാതെ ഒരാൾക്ക് വേണ്ടി പണിയെടുത്ത് അയാൾ പറയുന്നത് കേട്ട് നിൽക്കാനല്ല ലൂഫിക്ക് താല്പര്യം. എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കണം. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. അതാണ് ലൂഫിക്ക് വേണ്ടത്. അല്ലെങ്കിൽ അതാണ് ലൂഫി. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ സ്ട്രോ ഹാറ്റ്സിലുള്ള എല്ലാവരും ലൂഫിക്ക് വേണ്ടി പണിയെടുക്കുകയല്ലേ എന്ന്. അതിനുള്ള ഉത്തരം അല്ല. കാരണം ലൂഫി ഒരിക്കലും അവരെ നിർബന്ധിച്ച് ക്രൂവിലേക്ക് ചേർത്തതല്ല. അവരുടെ ഇഷ്ടപ്രകാരം അവർക്ക് തോന്നിയിട്ട് വന്ന് ചേർന്നതാണ്. ജസ്റ്റ് ലൂഫി ചോദിക്കും, നിങ്ങൾക്ക് എന്റെ ക്രൂവിലേക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന്. അപ്പൊ അവരെനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞ് ലൂഫി പോകും. സോ അത്രയേ ഉള്ളൂ ലൂഫിയുടെ കാര്യം. അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ക്രൂവിലേക്ക് വരിക. അവരെല്ലാവരും ക്രൂവിലേക്ക് ചേർന്നത് അവരുടെ ഇഷ്ടത്തിനാണ്. അവർക്ക് എല്ലാവർക്കും ഒരു ഡ്രീം ഉണ്ട്. ആ ഒരു ഡ്രീം നിറവേറ്റാൻ അവർക്ക് സ്ട്രോ ഹാറ്റ്സ് വേണം. ഇവരുടെയൊക്കെ ഈ ഡ്രീമിന് പുറമെ അവർക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട്, ലൂഫിയുടെ പേരിന്റെ ഒപ്പം കിങ് ഓഫ് ദ പൈററ്റ് എന്ന് കൂട്ടി വിളിക്കാൻ. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവരുടെ ക്യാപ്റ്റനെ കിങ് ഓഫ് ദ പൈററ്റ് ആക്കുക എന്നുള്ളത്. സോ ഞാൻ പറഞ്ഞു വന്നത്, ഇവരൊരിക്കലും ലൂഫി പിടിച്ചു വലിച്ചു കൊണ്ടുവന്നവരല്ല. ഇവരെല്ലാവരും തന്നെ ഇഷ്ടത്താലെ വന്നതാണ്. അതുപോലെ ഒരാൾക്ക് വേണ്ടി പണിയെടുക്കാതിരിക്കുക, എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. വെറും വൺ പീസ് എന്ന ട്രഷറിലുപരി ഇതിൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. സോ ഇപ്പൊ ലൂഫി എല്ലാവരെയും ഫ്രീ ആക്കി വിട്ടതുകൊണ്ട് അവരെല്ലാവരും ലൂഫിക്ക് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇതിനുശേഷം നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഒരു മറൈൻ അഡ്മിറലിനെ കണ്ടുമുട്ടുന്നുണ്ട്. ഇയാളുടെ പേര് ഔക്കിജി അല്ലെങ്കിൽ കൂസാൻ എന്ന് വിളിക്കാം. മൂസാൻ അല്ല, കൂസാൻ. വേൾഡ് ഗവൺമെന്റിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ അഡ്മിറൽസ്. ഞാൻ നിങ്ങൾക്ക് ഇവരുടെ ഈ റാങ്കിങ്ങിന്റെ ചാർട്ട് കാണിച്ചു തരാം. ആദ്യം വരുന്നത് ലൂട്ടനന്റ്, പിന്നെ ക്യാപ്റ്റൻ, അതിനുശേഷം കമാൻഡർ, പിന്നെ വരുന്നത് റിയർ അഡ്മിറൽ, പിന്നെ വൈസ് അഡ്മിറൽ. വൈസ് അഡ്മിറലിന്റെ മുകളിൽ അഡ്മിറൽസ്. ഈ അഡ്മിറൽസ് ഒരു 3 പേരാണുള്ളത്. അഡ്മിറൽസിനേക്കാളും കുറച്ചുകൂടെ പവർഫുൾ ഫ്ലീറ്റ് അഡ്മിറൽ. അതിനുശേഷം കമാൻഡർ ഇൻ ചീഫ്. ഇയാളെ നമ്മളധികം വൺ പീസിൽ കാണാൻ ചാൻസ് കുറവാണ്. കാരണം മെയിൻ ആയിട്ടുള്ള ഇവന്റ്സിലൊന്നും പുള്ളിക്കാരുണ്ടാവാറില്ല. പിന്നെ ഇയാൾക്ക് മുകളിൽ സെലസ്റ്റിയൽ ഡ്രാഗൺസ് ഉണ്ട്. അതിന് മുകളിൽ ഹോളി നൈറ്റ്സ് ഉണ്ട്. ഏറ്റവും മുകളിൽ വേൾഡ് ഗവൺമെന്റിന്റെ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ട 5 എൽഡേഴ്സ്. ഈ പറയുന്ന 5 എൽഡേഴ്സിന് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാൻ കഴിയും. അത്ര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ 5 എൽഡേഴ്സ്. ഇവർക്ക് താഴെ ഇനി നമുക്ക് പറയാൻ ഒരുപാട് പേരുണ്ട്. അതിൽ വരുന്നതാണ് സൈഫർ പോൾ. ഇവരെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇനി വരുന്ന എപ്പിസോഡിൽ ഇവർ ആരാണ് എന്താണെന്നൊക്കെ നമുക്കറിയാം. സോ വേൾഡ് ഗവൺമെന്റിന്റെ പവർ റാങ്കിങ് വരുന്നത് ഇങ്ങനെയാണ്. സോ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഇപ്പൊ കണ്ടത് ഒരു അഡ്മിറലിനെയാണ്. 3 അഡ്മിറൽസിലെ ഒരു അഡ്മിറൽ. ഇയാൾ റോബിനെ കാണുന്ന ഈ ഒരു സമയത്ത്, ഓ നീ ഇപ്പൊ സ്ട്രോ ഹാറ്റ്സിന്റെ കൂടെയാണ്. ക്രോക്കോഡൈൽ പിടിക്കപ്പെട്ടപ്പോ ഞങ്ങൾ നിന്നെ ഒരുപാട് അന്വേഷിച്ചു. അപ്പൊ അത് പറ, നീ ഇപ്പൊ സ്ട്രോ ഹാറ്റ്സിന്റെ കൂടെയാണല്ലേ? ഞാനിപ്പോ ഇവിടെ നിന്നെ പിടിക്കാൻ വേണ്ടി വന്നതല്ല, ഞാനിവിടെ മറ്റൊരു ആവശ്യത്തിന് വന്നതാണ് എന്നിങ്ങനെ കൂസാൻ റോബിനെയും സ്ട്രോ ഹാറ്റ്സിനെയും നോക്കി പറയുന്നു. കൂസാൻ ഇവിടേക്ക് വന്നതിന്റെ കാരണം ഒരു വലിയൊരു തവള വന്ന് ഒരു ഷിപ്പിനെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ അതിലുണ്ടായിരുന്ന ആൾക്കാർ മുഴുവൻ ഈ ഒരു ഐലൻഡിൽ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്ത് ചെയ്തിട്ടും ഇവിടെ നിന്ന് പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ കൂസാൻ ഇവിടേക്ക് വന്നത്. ഈ ഒരു കാര്യം ഇപ്പൊ കൂസാൻ
കൂസാൻ സ്ട്രോ ഹാറ്റ്സിനോട് പറയുന്നുണ്ട് ഇപ്പൊ അവിടെ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരെ അദ്ദേഹത്തിന് പുറത്തേക്ക് കൊണ്ടുപോകണം. അയാളുടെ കയ്യിലാണെങ്കിൽ ഷിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എങ്ങനെ അവരെ ഇവിടെ നിന്ന് സഹായിക്കുമെന്നല്ലേ. ഇയാൾ അങ്ങനെ ഇപ്പോൾ സഹായിക്കുന്നതെന്നാണ് നിങ്ങൾ കാണേണ്ടത്. പുള്ളിക്കാരന് ഒരു ഡെവിൾ ഫ്രൂട്ട് പവർ ഉണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരൻ കൂളായിട്ട് വന്നിട്ട് കടലിലേക്ക് കൈയിട്ട് ആ കടലങ്ങ് ഫ്രീസ് ആക്കി കളഞ്ഞു. അതായത് ഇവിടെ കുടുങ്ങി കിടക്കുന്ന ആൾക്കാർക്ക് അപ്പുറത്തെ ഐലൻഡിലേക്കാണ് പോകേണ്ടത്. സോ ആ ഒരു ഐലൻഡ് വരെ ഇയാൾ ഫ്രോസ് ആക്കി കളഞ്ഞു. ആ എൻറ്റയർ സീ ഇയാൾ ഫ്രോസൺ ആക്കി മാറ്റി. പുള്ളിക്കാരന്റെ ഡബിൾ ഫ്രൂട്ട് പവർ തന്നെ അതാണ് ഐസ് മാനിപ്പുലേഷൻ. അത് ഉപയോഗിച്ച് ഇമാതിരി ചെയ്ത്തൊക്കെ ചെയ്യണോ. ഇയാളിപ്പോ ഈ ഫ്രോസൺ ആക്കി മാറ്റിയ കടലിന്റെ മുകളിലൂടെ അവിടെ ഇത്രയും ദിവസം കുടുങ്ങി കിടന്ന ആൾക്കാർ പോകുന്നു. ഇപ്പൊ കണ്ട കുറച്ചുപേരെ രക്ഷിക്കാൻ വേണ്ടി അയാൾ ഇങ്ങനെ ചെയ്തെങ്കിൽ സ്ട്രോ ഹാറ്റ്സിനെ പിടിക്കാനാണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും? ഈ സമയത്ത് അയാൾ റോബിനോട് പറയും നിന്നെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. നീ ഇങ്ങനെ പോവുകയാണെങ്കിൽ വേൾഡ് ഗവൺമെന്റിന് ഒരു തലവേദനയായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ നിന്നെ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ് അയാൾ റോബിനെ പിടിക്കാൻ വേണ്ടി പോകുന്നു. അത് കാണുന്ന ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സ് ഒരിക്കലും വെറുതെ ഇരിക്കില്ല. അവരെല്ലാവരും ചേർന്ന് കൂസാനെ തടയുന്നുണ്ട്. തടയാൻ മാത്രമേ ഇവർക്ക് പറ്റുള്ളൂ, വേറൊന്നും ഇപ്പൊ ഇവർക്ക് കഴിയില്ല. ഈ ഒരു സമയത്ത് കൂസാൻ സ്ട്രോ ഹാറ്റ്സിനോട് റോബിന്റെ പാസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നു. അതായത് റോബിൻ ഇതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ പൈററ്റ്സ് ക്രൂവും ഇല്ലാതായതാണ്. ഇവളൊഴികെ ബാക്കിയുള്ള എല്ലാവരും ആ ക്രൂവിലെ മരിച്ചുപോയി. അതുപോലെ നിങ്ങളുടെ ക്രൂവും ഇവള് കാരണം നശിക്കും എന്നൊരു രീതിയിൽ കൂസാൻ പറയുന്നു. എന്നാൽ നമ്മുടെ ക്യാപ്റ്റൻ ആ സമയത്ത് കൊടുത്തല്ലോ മറുപടി. റോബിന്റെ പാസ്റ്റ് ആയി തന്നെ ഇരിക്കട്ടെ. അവളുടെ പാസ്റ്റിൽ അവൾ എന്തായിരുന്നു എന്നല്ല, അവൾ ഇപ്പൊ ഞങ്ങളുടെ ക്രൂവിലാണ്. അതായത് അവളൊരു സ്ട്രോ ഹാറ്റ് മെമ്പർ ആണ്. സോ പാസ്റ്റ് ഈസ് പാസ്റ്റ്. റോബിന്റെ പാസ്റ്റ് ഞങ്ങളെ ബാധിക്കുന്നേ ഇല്ല. അത് കേൾക്കുന്ന കൂസാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ റോബിനെ മുഴുവനായിട്ട് ഐസാക്കി മാറ്റും. അപ്പൊ ഊസോപ്പും ചോപ്പറും ചേർന്ന് അവളെ ഗോയിങ് മേരിയിലേക്ക് എടുത്തുകൊണ്ട് പോയി തണുപ്പ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതേ സമയത്ത് കൂസാൻ സോറോയും സാഞ്ചിയും പകുതി ഐസാക്കി മാറ്റി. ശേഷം നമ്മുടെ ലൂഫിയെ അവൻ മുഴുവനായിട്ട് ഐസാക്കി മാറ്റി. ഇങ്ങനെ ഒരാൾ ഐസായിരിക്കുന്ന സമയത്ത് അയാൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ അയാൾ മരിച്ചു പോകും. സോ കൂസാൻ ഇപ്പൊ വേണമെങ്കിൽ ദ എൻറ്റയർ സ്ട്രോ ഹാറ്റ്സിനെ ഒരേ ഒരു സ്നാപ്പിൽ കൊന്നു കളയാം, നമ്മുടെ താനോസ് ചെയ്തതുപോലെ. പക്ഷെ കൂസാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. കൂസാൻ പറയുന്നത് നീ ക്രോക്കോഡൈലിനെ തോൽപ്പിച്ചുകൊണ്ട് ഞാനിപ്പോ ഇവിടെ വെച്ച് നിന്നെ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞ് കൂസാൻ ലൂഫിയെ ഐസാക്കി മാറ്റിക്കൊണ്ട് അവിടെ ഒന്ന് പോകുന്നു. തുടർന്ന് സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും ചേർന്ന് ലൂഫിയുടെ ദേഹത്തിൽ ഐസൊക്കെ ഡീഫ്രീസ് ചെയ്ത് അവനെ പഴയ കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്നു. ഇതിനുശേഷം നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് കടലിലൂടെ പോകുന്ന സമയത്ത് അവരുടെ തൊട്ട് മുമ്പിലായിട്ട് ഒരു തവള നീന്തി പോകുന്നവർ കണ്ടു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് എന്താണെന്നാൽ ഈ തവളയാണ് കൂസാൻ രക്ഷപ്പെടുത്തി കൊണ്ടുപോയ ജനങ്ങളുടെ കപ്പൽ നശിപ്പിച്ചത്. അതുകൊണ്ട് സ്ട്രോ ഹാറ്റ്സ് ഈ തവള എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കി ഈ തവളയുടെ പുറകെ തന്നെ പോകുന്നു. ഇപ്പോൾ ആ തവള ഒരു സീ ട്രെയിനിന് മുമ്പിൽ ചെന്ന് നിൽക്കുന്നു. അതെ, ശരിയാണ്, വൺ പീസ് വേൾഡിൽ കടലിലൂടെ പോകുന്ന ട്രെയിൻ ഉണ്ട്. അതിന്റെ ആ ഒരു ട്രാക്ക് വരുന്നത് വെള്ളത്തിന്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ്. അങ്ങനെയാണ് എല്ലാ ട്രെയിനും കടലിന്റെ മുകളിലൂടെ പോകുന്നത്. ഈ ട്രെയിൻ ഉപയോഗിച്ച് ആൾക്കാരെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും സാധനങ്ങൾ കയറ്റി അയക്കാനും തിരിച്ചു കൊണ്ടുവരാനും എല്ലാം ഈ ട്രെയിൻ ഉപയോഗിക്കും. ഇങ്ങനെയുള്ള ഒരു ട്രെയിനിന്റെ മുന്നിലാണ് ഈ തവള ചെന്ന് നിൽക്കുന്നത്. ആ സമയത്ത് ട്രെയിൻ മറ്റൊന്നും നോക്കിയില്ല, തവളയെ ഇടിച്ച് തെറിപ്പിച്ചു പോയി. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന സ്ട്രോ ഹാറ്റ്സ് അടുത്തുണ്ടായിരുന്ന സീ ട്രെയിനിന്റെ സ്റ്റേഷനിൽ ചെന്ന് അവിടെയുള്ള ആൾക്കാരെ പരിചയപ്പെടുന്നു. ആ സ്റ്റേഷൻ മാസ്റ്റർ ആണ് കൊക്കറോ എന്ന് പറയുന്ന ഒരു ലേഡി. പുള്ളിക്കാരത്തിയുടെ കൂടെ ഒരു പേരക്കുട്ടിയുണ്ട്. അവളുടെ പേര് ചിമ്മിനി എവിടെയോ കേട്ടതുപോലെ. ഈ പറയുന്ന ചിമ്മിനിക്ക് ഒരു പെറ്റും ഉണ്ട്. ആ പെറ്റിന്റെ പേര് ഗോൻബെ, ഒരു ചെറിയ റാബിറ്റ്. ഇപ്പൊ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഈ സീ ട്രെയിനിനെ പറ്റിയും ആ തവളയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഈ കൊക്കറോയോട് ചോദിക്കുന്നു. അതിന് കൊക്കറോയും കാര്യങ്ങളെല്ലാം വിശദമായിട്ട് സ്ട്രോ ഹാറ്റ്സിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സീ ട്രെയിൻ ഒരുപാട് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇത് ഉപയോഗിക്കുന്നത് ആൾക്കാരെ ഒരു ഐലൻഡിൽ നിന്ന് മറ്റൊരു ഐലൻഡിലേക്ക് കൊണ്ടുപോകാനും കൊണ്ടുവരാനും അതുപോലെ സാധനങ്ങൾ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒരു ഗുഡ്സ് ട്രെയിൻ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആ തവളയുടെ കാര്യം, തവളയ്ക്ക് ഭ്രാന്താണ്, അത് വേറെ. അതിന്റെ പേരാണ് യോക്കോസൂന. അത് എന്നും ഇതുപോലെ ചെയ്യാറുണ്ട്. കാരണം ആ തവളയുടെ സ്ട്രെങ്ത് എന്താണെന്ന് അത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില്ലറ കഴപ്പൊന്നുമല്ല. ഇപ്പൊ കൊക്കറോ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം നാമി കൊക്കറോയോട് ഞങ്ങളുടെ ഷിപ്പ് ഒരുപാട് ഡാമേജ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് നന്നാക്കാനുള്ള ഏതെങ്കിലും സ്ഥലം നിങ്ങൾക്ക് അറിയോ എന്ന് നാമി. അതിന് കൊക്കറോ ഇവിടെ തൊട്ടടുത്ത് വാട്ടർ 7 എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. അവിടെ ഇതുപോലെ ഷിപ്പ് നന്നാക്കുന്ന ഒരുപാട് പേരുണ്ട്. ഷിപ്പ് റൈറ്റേഴ്സ് ഒരുപാടുണ്ട്. അതിൽ എനിക്കറിയാവുന്ന ഒരു ഷിപ്പ് റൈറ്ററിന്റെ പേരാണ് ഐസ്ബർഗ്. നിങ്ങൾ അവനോട് പോയി സഹായം ചോദിക്കുകയാണെങ്കിൽ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പൽ നന്നാക്കി തരും എന്ന് പറഞ്ഞ് കൊക്കോറോ സ്ട്രോ ഹാറ്റ്സിന് ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട്. ഇനി സ്ട്രോ ഹാറ്റ്സ് ഈ ലെറ്റർ കൊണ്ടുപോയി ഐസ്ബർഗിന് കൊടുക്കണം, എന്നിട്ട് ഇവരുടെ കപ്പൽ നന്നാക്കണം. അതിനുവേണ്ടി സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും ചേർന്ന് വാട്ടർ 7 എന്ന ഐലൻഡിലേക്ക് പോകുന്നു. അങ്ങനെ സ്ട്രോ ഹാറ്റ്സ് വാട്ടർ 7 എന്ന ഐലൻഡിലേക്ക് എത്തി. ഈ ഒരു ഐലൻഡ് പതിയെ വെള്ളം കൊണ്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നോക്കുന്ന സമയത്ത് അത് മനസ്സിലാവില്ല. എന്നാൽ കാലപ്പോക്കിൽ ഈ ഐലൻഡ് പതിയെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഐലൻഡിന്റെ താഴെ നോക്കിയാൽ ഇതുപോലെ വെള്ളം ഉയർന്ന അടിയിലായി പോയ ഒരുപാട് ബിൽഡിംഗ് കാണാൻ പറ്റും. ഇതിന് ഒരു പരിഹാരമായിട്ട് ചെയ്യുന്നത് വെള്ളം വന്ന് മൂടിപ്പോയ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലായിട്ട് മറ്റൊരു ബിൽഡിംഗ് ഉണ്ടാക്കും. അത് വളരെ സ്ട്രോങ് ആയിട്ട് പില്ലറൊക്കെ വെച്ച് വെള്ളം ഒരിക്കലും കയറാത്ത രീതിയിൽ അങ്ങനെയൊക്കെയാണ് ഇവർ ഉണ്ടാക്കുന്നത്. വെള്ളം കൂടുന്നതിനനുസരിച്ച് ഇവർ മുകളിലേക്ക് ബിൽഡിംഗ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ശരിക്കും വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഐലൻഡാണിത്. അതുപോലെ ഇവിടെ മുഴുവൻ വെള്ളമായതുകൊണ്ട് ആൾക്കാർ സഞ്ചരിക്കാൻ യൂസ് ചെയ്യുന്നത് വെള്ളത്തിലൂടെ പോകുന്ന ഒരു കുതിരയെ പോലുള്ള ഒരു ജീവിയാണ്. അതിന്റെ പുറത്ത് ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടാൾക്ക് പോകാൻ പാകത്തിന് സീറ്റൊക്കെ വെച്ച് അങ്ങനെയാണ് ഇവിടെയുള്ള ആൾക്കാർ സഞ്ചരിക്കുന്നത്. അതിനെ ഉപയോഗിച്ച് സാധനങ്ങൾ മാറ്റാനും അങ്ങനെയുള്ള ചെറിയ പരിപാടികളൊക്കെ ഇതിനെ ഉപയോഗിച്ച് നടത്താൻ കഴിയും. സോ ഇപ്പൊ ഇവിടേക്ക് എത്തിയ സ്ട്രോ ഹാറ്റ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരുടെ ഷിപ്പ് നന്നാക്കാൻ വേണ്ടി ഒരുപാട് പൈസ വേണം. നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന് അതൊരു പ്രശ്നമല്ല. കാരണം അവരുടെ കയ്യിൽ സ്കൈലിൽ നിന്ന് എടുത്ത ഒരുപാട് സ്വർണ്ണമുണ്ട്. അത് എക്സ്ചേഞ്ച് ചെയ്ത് പൈസ ആക്കിയിട്ട് ഇവർക്ക് ഇവരുടെ കപ്പൽ നന്നാക്കാൻ സാധിക്കും. സോ ഈ ഒരു കാര്യത്തിന് വേണ്ടി പോകുന്നത് ലൂഫി, നാമി, ഊസോപ്പ് ഇവർ 3 പേരുമാണ്. അതുപോലെ റോബിനും ചോപ്പറും ചേർന്ന് ലൈബ്രറിയിൽ പോയി ബുക്ക് വായിക്കാനാണ് പോകുന്നത്. ആ സമയത്ത് മാസ്ക് വെച്ചിട്ടുള്ള ഒരാള്, ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാള് നമ്മുടെ റോബിനെ പാസ് ചെയ്യുന്നുണ്ട്.
അയാൾ പോയതിനു ശേഷം റോബിനും എന്തോ സ്ട്രേഞ്ച് ആയിട്ടാണ് പെരുമാറുന്നത്. എന്നിട്ട് റോബിൻ ചോപ്പറിനോട് ബുക്ക് പോയി വായിക്കാൻ പറഞ്ഞതിന് ശേഷം അവൾ അവിടെ നിന്ന് ആ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആളുടെ കൂടെ പോകുന്നു. ശേഷം പുറത്തേക്ക് വന്ന് ചോപ്പർ നോക്കുമ്പോൾ റോബിനെ കാണാനില്ല. ഇതേ സമയത്ത് ഷിപ്പിലുണ്ടായിരുന്ന സാഞ്ചി ഫുഡ് വെക്കാനുള്ള പച്ചക്കറി അതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞ് അവനും പോകുന്നു. പക്ഷെ സോറോ മാത്രം എന്തുകൊണ്ടോ കപ്പലിലിരുന്നു. കാരണം സോറോ ഇതുപോലെയാണ്, ബാക്കിയുള്ള ആരെന്ത് ചെയ്താലും സോറോ കപ്പലിലിരിക്കും. കപ്പൽ തനിച്ചാക്കിയിട്ട് സോറോ എവിടേക്കും പോകാറില്ല. സ്ട്രോ ഹാറ്റ്സിലുള്ള എല്ലാവരും ഒരു ഐലൻഡ് കാണുമ്പോൾ അവിടേക്ക് ചാടി ഇറങ്ങുന്ന സമയത്ത് സോറോ മാത്രം കപ്പലിലിരിക്കും. ഇതാണ് എനിക്ക് സോറോ ഇഷ്ടപ്പെടാനുള്ള മറ്റൊരു കാരണം. അവരിനി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ സോറോ കപ്പൽ വിട്ട് എങ്ങോട്ടും പോവില്ല. ഒരു വൈസ് ക്യാപ്റ്റൻ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു വൈസ് ക്യാപ്റ്റൻ ആയാലും ഇതൊക്കെ ചെയ്യണ്ടേ. നമ്മുടെ വൈസ് ക്യാപ്റ്റൻ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും മണ്ടത്തരങ്ങൾ കാണിക്കാറില്ല. അപ്പൊ സോറോ മാത്രം കപ്പൽ വിട്ട് പുറത്തേക്ക് പോയില്ല. ഇതേ സമയത്ത് ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സിനെ അവിടെയുള്ള ജനങ്ങൾ വരവേൽക്കുന്നുണ്ട്. അതായത് അവിടെയുള്ള ജനങ്ങൾക്ക് ഇവര് പൈററ്റ്സ് ആണെന്ന് അറിയാം, പക്ഷെ അതൊന്നും അവർ വകവെക്കാതെ ജസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവർ സ്ട്രോ ഹാറ്റ്സിനോട് പെരുമാറുന്നു. സ്ട്രോ ഹാറ്റ്സിനോടെന്നല്ല, മറ്റുള്ള എല്ലാ പൈററ്റ്സിനോടും അവർ ഇതുപോലെ പെരുമാറുന്നത്. അതിന് കാരണം ഇവിടെ ഗാലേല എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ഈ ഒരു കമ്പനിയിൽ വെച്ചാണ് ഷിപ്പ് ഉണ്ടാക്കുന്നത്, ഷിപ്പിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. അതായത് ഷിപ്പിന് പറ്റിയ ഡാമേജ് എല്ലാം ഇവിടെ നിന്ന് നന്നാക്കി കൊടുക്കും. അങ്ങനെയുള്ളൊരു കമ്പനിയാണ് ഈ ഗാലേല. പക്ഷെ അതുകൊണ്ടല്ല ബാക്കിയുള്ള ജനങ്ങൾക്ക് പൈററ്റ്സിന് പേടിയില്ലാത്തത്. അതിന്റെ കാരണം ഈ ഗാലേലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്കൊരു പൈററ്റ് ക്രൂവിനെ ഒറ്റയ്ക്ക് അടിച്ച് വീഴ്ത്താനുള്ള പവറൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് പൈററ്റ്സിനെ പേടിയില്ലാത്തത്. പൈററ്റ്സ് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഗാലേലയിലെ വർക്കേഴ്സ് വന്ന് പൈററ്റ്സിനെ അടിച്ച് ഇവിടെ നിന്ന് ഓടിക്കും. അതുപോലെ ഗാലേലയിൽ ഉണ്ടാക്കുന്ന ഷിപ്സ് പൈററ്റ്സ് ഉപയോഗിക്കും, വേൾഡ് ഗവൺമെന്റ് ഉപയോഗിക്കും, അതുപോലെ സാധാ ജനങ്ങൾ ഉപയോഗിക്കും. ഇങ്ങനെ എല്ലാവർക്കുള്ള ഷിപ്പാണ് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ കപ്പലിലുണ്ടായിരുന്ന സോറോയുടെ അടുത്തേക്ക് അവരുടെ കപ്പൽ മോഷ്ടിക്കാൻ വേണ്ടി ഈ വാട്ടർ സെവനിലുള്ള കുറച്ച് പേര് വരുന്നുണ്ട്. പക്ഷെ അവർ അറിഞ്ഞില്ല സോറോ ആരെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നെന്ന്. വന്നവർക്കൊക്കെ കിട്ടുന്നുണ്ട് അടി. അവസാനം അവർക്ക് വേണ്ടായിരുന്നു എന്ന രീതിയിലായി. ഇപ്പൊ മനസ്സിലായില്ലേ നമ്മുടെ സോറോ എന്തിനാ കപ്പലിരുന്നതെന്ന്. ഇതേ സമയത്ത് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാൻ പോയ ലൂഫി, നാമി, ഊസോപ്പ് ഇവര് 3 പേരും ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്ത് അതിന് പകരം 300 മില്യൺ ബെറി വാങ്ങി. ഇനി ഇവർക്ക് ആ പൈസ വെച്ച് പുതിയ കപ്പൽ ഉണ്ടാക്കാൻ പറ്റും. അതിനുവേണ്ടി ഇവര് ഗാലേല എന്ന് പറയുന്ന കമ്പനിയിലേക്ക് പോയി. അവിടെ വെച്ച് ഇവര് കാക്കു എന്ന് പറയുന്ന ഒരാളെ കാണുന്നു. ശേഷം കൊക്കറോ കൊടുത്ത ലെറ്റർ ഈ കാക്കുവിന് കാണിച്ചു കൊടുക്കുന്നു. അത് വായിക്കുന്ന കാക്കു ഇവരുടെ കപ്പലിന് എന്താ പ്രശ്നം എന്നൊക്കെ അറിയാൻ വേണ്ടി കപ്പലിനടുത്തേക്ക് പോകുന്നുണ്ട്. ഇവൻ പോയി എന്ന് പറയുന്നതിന് പകരം പറന്നു പോയി എന്ന് വേണം പറയാൻ. ഇവൻ അതുപോലെയുള്ള സ്പീഡിലാണ് പോയത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഗാലേലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒടുക്കത്തെ പവറാണ്. ഇപ്പൊ കാക്കു പോയതിനു ശേഷം നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന്റെ അടുത്തേക്ക് ഐസ്ബർഗ് എന്ന് പറയുന്ന ഒരാൾ വരുന്നുണ്ട്. ഇയാളെ പോയി കാണാനാണ് കൊക്കറോ സ്ട്രോ ഹാറ്റ്സിനോട് പറഞ്ഞത്. കൂടാതെ ഈ ഐസ്ബർഗ് ഈ വാട്ടർ സെവനിലെ ഒരു മേയറാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു PA ഉണ്ട്. അവളുടെ പേരാണ് ഖലീഫ. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യം, ഇയാളാണ് ഗാലേലയുടെ ഓണർ. ഗാലേല എന്ന് പറയുന്ന ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയുടെ ക്രിയേറ്ററോ ഓണറോ അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം. സോ ഇപ്പൊ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് കൊക്കറോ കൊടുത്ത ലെറ്റർ ഐസ്ബർഗിന് കൊടുക്കുന്നു. അത് കാണുന്ന ഐസ്ബർഗ് അവരെ സഹായിക്കാന്ന് പറയാണ്. ശേഷം ഐസ്ബർഗ് ഗാലേലയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സ്ട്രോ ഹാറ്റ്സിന് പറഞ്ഞു കൊടുക്കുന്നു. അതായത് അവരുടെ ഈ കമ്പനിയാണ് ഏറ്റവും വലിയ ഷിപ്പ് ബിൽഡിംഗ് കമ്പനി. ഇവിടെ മറൈൻസിന് മുതൽ പൈററ്റ്സിന് വരെയുള്ള ഷിപ്പ് ഉണ്ടായി കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്ട്രോ ഹാറ്റ്സിന് ഐസ്ബർഗ് പറഞ്ഞു കൊടുക്കുന്നു. ഈ ഒരു സമയത്താണ് സ്ട്രോ ഹാറ്റ്സിന്റെ 100 മില്യൺ ബെറി അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് മോഷ്ടിക്കുന്നത്. എന്നാൽ അത് അവർ കൊണ്ടുപോകുന്നതിന് മുന്നേ പോളി ആൻഡ് റോബ് ലൂച്ചി എന്ന് പറയുന്ന 2 പേര് വന്ന് അവരെടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ച 100 ബില്യൺ ബെറി എടുത്ത് തിരിച്ച് സ്ട്രോ ഹാറ്റ്സിന് തന്നെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇപ്പൊ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന്റെ പൈസ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ നോക്കിയത് ആരാണെന്ന് പറയുന്നുണ്ട്. അവരാണ് ഫ്രാങ്കി ഫാമിലി. ഈ ഫ്രാങ്കി ഫാമിലിയുടെ ലീഡറിന്റെ പേരാണ് ഫ്രാങ്കി. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടേക്ക് ഏത് പൈററ്റ്സ് വന്നാലും ഈ ഫ്രാങ്കി ഫാമിലി അവരുടെ കയ്യിലുള്ള പൈസ അല്ലെങ്കിൽ ഷിപ്പ് ഇതൊക്കെ മോഷ്ടിക്കും. പൈസയാണെങ്കിൽ അത് അവർ ഉപയോഗിക്കും. പകരം ഷിപ്പാണെങ്കിൽ ആ ഷിപ്പ് സെപ്പറേറ്റ് ചെയ്ത് ഓരോരോ പാർട്സ് ആക്കിയിട്ട് പുറത്തു കൊണ്ടേ വിൽക്കും. ഫ്രാങ്കി ഫാമിലി ഇത് പൈററ്റ്സിന്റെ അടുത്ത് മാത്രമേ ചെയ്യുള്ളൂ. കാരണം പൈററ്റ്സ് മോശമായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് മോഷ്ടിക്കാം എന്നൊരു രീതിയിലാണ് ഫ്രാങ്കി ഫാമിലി ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ സ്ട്രോ ഹാറ്റ്സിന് മനസ്സിലാവുന്നു. ഇതേ സമയത്ത് കപ്പലിന് എന്താണ് പ്രശ്നമെന്ന് നോക്കാൻ പോയ കാക്കു കപ്പലിന്റെ പ്രശ്നങ്ങളെല്ലാം കണ്ടുപിടിച്ച് തിരിച്ചു വന്നു. എന്നിട്ട് അവൻ പറയുന്നത് ഈ കപ്പലിനെ നന്നാക്കിയിട്ട് കാര്യമില്ല. കാരണം ഡാമേജ് ആയത് കപ്പലിന്റെ കോറാണ്. ഈ കോർ എന്ന് പറഞ്ഞാൽ കപ്പലിന്റെ ബേസ്. ഒരു മരം നിൽക്കണമെങ്കിൽ വേര് വേണ്ടേ, അതുപോലെയാണ് ഈ കപ്പലിന്റെ കോർ. സോ സ്ട്രോ ഹാറ്റ്സിന്റെ കപ്പലിന്റെ കോറാണ് ഡാമേജ് ആയത്. അതുകൊണ്ട് കപ്പൽ നന്നാക്കിയിട്ട് കാര്യമില്ല, ഒരു പുതിയ കപ്പൽ എടുക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാക്കു സ്ട്രോ ഹാറ്റ്സിനോടും ഐസ്ബർഗിനോടും വന്ന് പറയുന്നു. അത് കേൾക്കുന്ന ഐസ്ബർഗ് ആവട്ടെ ഇനി നിങ്ങളുടെ കപ്പൽ നന്നാക്കിയിട്ട് കാര്യമില്ല, അതുകൊണ്ട് പുതിയ കപ്പൽ എടുക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് ഒരുപാട് കപ്പലിന്റെ മോഡൽ അവർക്ക് കൊടുക്കുന്നു. അവർക്ക് അതിലുള്ള ഏത് മോഡൽ വേണോ അത് തന്നെ ചെയ്തു തരാന്ന് പറഞ്ഞ് ഐസ്ബർഗ് അവിടുന്ന് പോകുന്നു. അപ്പോൾ ഈ ഒരു സമയത്താണ് ലൂഫി, നാമി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഊസോപ്പിനെ കാണാനില്ല. അതുപോലെ തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന 200 മില്യൺ ബെറിയും കാണാനില്ല. ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഇപ്പൊ നാമിയും ലൂഫിയും ചേർന്ന് ഊസോപ്പിനെയും അതുപോലെ അവർക്ക് നഷ്ടപ്പെട്ട ആ 200 മില്യൺ ബെറി കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു. ഇതേ സമയത്ത് നമ്മുടെ സാഞ്ചി സാധനമെല്ലാം വാങ്ങി വരുന്ന സമയത്ത് റോബിൻ ആ ഒരു സ്ട്രേഞ്ചറിന്റെ കൂടെ പോകുന്നത് സാഞ്ചി കണ്ടു. കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി റോബിന്റെ കൂടെ സാഞ്ചിയും പോകുന്നു. പക്ഷെ ഒരു സ്ഥലത്തെത്തുമ്പോ പിന്നെ റോബിനെ കാണാനില്ല. ഇവിടെ നാമി ഊസോപ്പിനെ കണ്ടുപിടിച്ചു. ആരൊക്കെ ചേർന്ന് ഊസോപ്പിനെ തല്ലിയതാണ്. അവന്റെ കയ്യിലുള്ള പൈസ എടുക്കാൻ വേണ്ടി മറ്റാരും ചെയ്തതല്ല, ഫ്രാങ്കി ഫാമിലിയാണ് ഇത് ചെയ്തത്. ഇപ്പൊ നാമി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവളുടെ കയ്യിലുള്ള പൈസ സേഫ് ആക്കി വെക്കണം. അതുപോലെ തന്നെ ഊസോപ്പിനെ തല്ലിയ കാര്യം ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സിനോട് പോയി പറയണം. അതിനുവേണ്ടി നാമി കപ്പലിലേക്ക് ചെന്ന് നടന്ന കാര്യങ്ങളെല്ലാം ബാക്കി
ബാക്കിയുള്ളവരോട് പറയുന്നു. ഇതിന്റെ കൂടെ റോബിനെ കാണാതെ പോയി എന്നുള്ള കാര്യവും അവരെല്ലാവരും മനസ്സിലാക്കുന്നു. ആകെ മൊത്തം കുഴഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്ത് സ്ട്രോ ഹാറ്റ്സ് ഊസോപ്പിനെ ചെന്ന് നോക്കുമ്പോൾ അവിടെ അവനെ കാണാനില്ല. അവന്റെ ഉള്ള ശക്തി ഉപയോഗിച്ച് ആ 200 മില്യൺ ബെറി എടുക്കാൻ പോയതാണ്. ഈ ഒരു പൈസ കൊണ്ട് വേണം ഗോയിങ് മേരി നന്നാക്കാൻ, അതില്ലെങ്കിൽ അവർക്ക് ഗോയിങ് മേരി ശരിയാക്കാൻ പറ്റില്ല. അതുപോലെ താൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നൊക്കെയുള്ള കുറ്റബോധം കൊണ്ട് ഊസോപ്പ് രണ്ടും കൽപ്പിച്ച് ഫ്രാങ്കി ഫാമിലിയുള്ള സ്ഥലത്തേക്ക് പോയി. അവരെല്ലാവരും താമസിക്കുന്നത് ഫ്രാങ്കി ഹൗസിലാണ്. ഇപ്പൊ അവിടേക്ക് എത്തിയ ഊസോപ്പ് അവന്റെ 200 മില്യൺ ബെറി തിരിച്ചു വേണമെന്ന് പറയുന്നു. പക്ഷേ ഫ്രാങ്കി ഫാമിലിയിലുള്ള ആൾക്കാർ ചേർന്ന് നമ്മുടെ ഊസോപ്പിനെ അടിച്ച് ദൂരേക്ക് വലിച്ചെറിയുന്നു. ഈ ഒരു സ്ഥലത്തേക്ക് സ്ട്രോ ഹാറ്റ്സ് വരുന്നതിന് മുമ്പ് ഫ്രാങ്കി ഫാമിലിയുടെ ലീഡർ ഫ്രാങ്കി അവന് കുറച്ച് സാധനങ്ങൾ ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങണമെന്ന് പറഞ്ഞ് ആ 200 മില്യൺ ബെറി എടുത്ത് അവൻ അവിടെ നിന്ന് പോയി. ഇപ്പൊ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും ഊസോപ്പ് ഫ്രാങ്കി ഫാമിലിയിലേക്കാണ് പോയതെന്ന് മനസ്സിലാക്കി അവരും അവിടേക്ക് വരുന്നു. അപ്പൊ അവര് കാണുന്നത് ഒരുപാട് അടി കിട്ടി കിടക്കുന്ന ഊസോപ്പിനെയാണ്. ഈ ഒരു കാഴ്ച കാണുന്ന സ്ട്രോ ഹാറ്റ്സിന് ഇത് സഹിക്കാൻ കഴിയില്ല. അവരുടെ ക്രൂവിലെ മെമ്പർ എന്നതിലുപരി അവരുടെ ഫ്രണ്ടാണ് ഊസോപ്പ്. ഇത് കണ്ട് ദേഷ്യം വരുന്ന സ്ട്രോ ഹാറ്റ്സിന് ഇനി വേറൊന്നും ചെയ്യാനില്ല. അവരിനി നേരെ ഫ്രാങ്കി ഫാമിലിയിലേക്ക് ഒരു നടത്തമുണ്ട്. നമുക്ക് രോമാഞ്ചൊക്കെ ഇവിടെ വെച്ചാണ് പൊട്ടിമുളയ്ക്കുന്നത്. സ്ട്രോ ഹാറ്റ്സ് പതിയെ നടന്നു ചെന്ന് ഫ്രാങ്കി ഫാമിലിയിലേക്ക് കയറി അവരെ അടിച്ചലക്കി ഉടുത്തു. സ്ട്രോ ഹാറ്റ്സ് ഫ്രാങ്കി ഹൗസ് മുഴുവൻ തകർത്ത് താഴെ ഇട്ടു. ശേഷം എല്ലാവരും വളരെ കൂളായിട്ടൊരു നൃത്തമുണ്ട്. എന്തൊക്കെയോ സംഭവിച്ചു, എന്നാൽ ഒന്നും സംഭവിക്കാത്ത പോലെ. ശേഷം ലൂഫി എല്ലാം ചേർന്ന് ഊസോപ്പിനെ എടുത്ത് കപ്പലിലേക്ക് കൊണ്ടുവരുന്നു. കപ്പലിലേക്ക് തിരിച്ചു കയറിയ യൂസോപ്പ് നമ്മുടെ കയ്യിൽ ഇനി ബാക്കി 100 മില്യൺ ബെറിയില്ലേ, അത് വെച്ച് നമുക്ക് ഗോയിങ് മേരി ശരിയാക്കി കൂടെ എന്ന് എല്ലാവരോടും പറയുന്ന സമയത്ത് ലൂഫി സങ്കടത്തോടെ പറയും ഗോയിങ് മേരി ഇനി ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല എന്ന്. അത് കേൾക്കുന്ന ഊസോപ്പ് ആദ്യം തമാശയാണെന്ന് വിചാരിക്കും. എന്നാൽ ലൂഫി സീരിയസ് ആയിട്ട് പറയുമ്പോൾ കാര്യങ്ങളുടെ ഉൾവശം പതിയെ പതിയെ ഊസോപ്പിന് മനസ്സിലായി തുടങ്ങി. എന്നാലും ഒരു ഭ്രാന്ത് പിടിച്ചവനെ പോലെ ഊസോപ്പ് വീണ്ടും നമുക്ക് ഈ കപ്പൽ നന്നാക്കാൻ പറ്റും, നമുക്ക് ബാക്കിയുള്ള 100 ബെറി കൊണ്ട് ഈ കപ്പൽ നന്നാക്കാം എന്നൊക്കെ പറയുന്നു. അപ്പൊ ലൂഫി ഐസ്ബർഗ് പറഞ്ഞ കാര്യങ്ങളും ഇനി ഒരിക്കലും ഷിപ്പ് ശരിയാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഊസോപ്പിനോട് പറയുന്നു. അത് കേൾക്കുന്ന ഊസോപ്പ് തകർന്നാകെ ഇല്ലാതാവുന്നു. എന്നിട്ട് ഊസോപ്പ് പറയും നിനക്ക് ഈ ഷിപ്പ് നന്നാക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ ഈ ക്രൂ വിട്ട് പോവാണ് എന്ന് പറഞ്ഞ് ഊസോപ്പ് ലൂഫിയെ ഒരു ഫൈറ്റിന് വേണ്ടി വിളിക്കുന്നു. സമയം അന്ന് രാത്രി 10 മണി. അങ്ങനെ രാത്രി സമയം 10 മണിയായി. ഊസോപ്പും ലൂഫിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിന്നു. ആദ്യമൊക്കെ ഊസോപ്പ് അവന്റെ പവർ ഉപയോഗിച്ച്, അവന്റെ പവർ എന്ന് പറഞ്ഞാൽ ഊസോപ്പ് ഒരുപാട് ഡയൽസ് ഉപയോഗിക്കും, അതുപോലെ അവന്റെ കുറച്ച് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് ആദ്യം ഊസോപ്പ് ലൂഫി ഒരുപാട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഫൈറ്റിന്റെ അവസാനം ലൂഫി ഊസോപ്പിനെ അടിച്ച് താഴേക്കിട്ടു. എന്നിട്ട് ലൂഫി അവിടെ വെച്ച് പൊട്ടിക്കരയുന്നു. ഇനി അങ്ങോട്ട് ഊസോപ്പ് സ്ട്രോ ഹാറ്റ്സിലില്ല.